Vehicle applications of Control Area Network. Control Area Network, or CAN, is a serial bus communication protocol developed by Bosch in the early 1980s. സോ നമുക്കറിയാം ഒരു വെഹിക്കിളിൽ ഡിഫറെൻറ്റ് കമ്പോണൻസ് ഉണ്ട്. സോ ഈ ഓരോ കമ്പോണൻറ്റിനെ, അതായത് പല സിസ്റ്റംസ് ഉണ്ട്. എൻജിൻ കൺട്രോൾ, ദെൻ സ്റ്റിയറിംഗ്, ദെൻ ABS, ആക്സിലറേറ്റർ, അങ്ങനെ ഡിഫറെൻറ്റ് സിസ്റ്റംസ് ഉണ്ട്. ഈ ഓരോ സിസ്റ്റത്തിനെ സെപ്പറേറ്റ് ECU യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ECU യൂണിറ്റ് മീൻസ് ഇലക്ട്രോണിക് കൺട്രോൾ യൂണിറ്റ്. അതായത് ഓരോ കമ്പോണൻറ്റും കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ് ഇലക്ട്രോണിക് കൺട്രോൾ യൂണിറ്റ് ഉള്ളത്. അപ്പം ഈ ഡിഫറെൻറ്റ് ഇലക്ട്രോണിക് കൺട്രോൾ യൂണിറ്റ് തമ്മിൽ കമ്മ്യൂണിക്കേഷൻ നടക്കണം. നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിനനുസരിച്ച് ഈ ഡിഫറെൻറ്റ് ECUs കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടാണ് ഡിസൈഡ് ആയിട്ടുള്ള ആ ഒരു ഔട്ട്പുട്ട് കിട്ടുന്നത്. സോ ഈ ECUs തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് CAN സിസ്റ്റം യൂസ് ചെയ്യുന്നത്. സോ CAN എന്ന് പറയുന്നത് സീരിയൽ ബസ് കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോക്കോളാണ്. സോ പണ്ട് ഇതൊരു വയേർഡ് സിസ്റ്റം ആയിരുന്നു. ഈ ഡിഫറെൻറ്റ് കമ്പോണൻസ് തമ്മിൽ കമ്മ്യൂണിക്കേഷൻ നടക്കാൻ വയേർഡ് സിസ്റ്റം ആയിരുന്നു യൂസ് ചെയ്തത്. സോ ഈ ECU ഡിവൈസസ് കൂടുന്നതനുസരിച്ച് ആ ഒരു വയറിംഗ് സിസ്റ്റവും കൂടും. അങ്ങനെ കൂടുതൽ കോംപ്ലക്സ് ആവും. അതുകൂടാതെ തന്നെ ഡേറ്റ ട്രാൻസ്ഫർ ഒന്നും പെട്ടെന്ന് നടക്കത്തില്ല. സോ അതിനു വേണ്ടിയാണ് ഈ CAN സിസ്റ്റം യൂസ് ചെയ്യുന്നത്. So it defines a standard for efficient and reliable communication between sensor, actuator, controller and other nodes in real-time applications. So real-time ആയിട്ട് എഫിഷ്യൻറ്റും അതുകൂടാതെ റിലയബിൾ കമ്മ്യൂണിക്കേഷൻ ഈ CAN വെച്ചിട്ട് പോസിബിൾ ആണ്. സോ CAN സിസ്റ്റം വെഹിക്കിളിൽ മാത്രമല്ല യൂസ് ചെയ്യുന്നത്, ഡിഫറെൻറ്റ് ഓട്ടോമേഷൻ ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷനും യൂസ് ചെയ്യാറുണ്ട്. So CAN system is used in passenger cars, trucks, boats, spacecraft and other types of vehicles, and also in industrial automation such as production machinery, medical equipment, building automation, weaving machines and wheelchairs. So combining networks and mechatronic modules makes it possible to reduce both the cabling and the number of connectors, which facilitates production and increases reliability. സോ CAN ബസ് എന്ന് പറയുന്നത് ഒരു സിംഗിൾ ബസ്സാണ്. സോ ഈ ബസ്സിൽ തന്നെയാണ് എല്ലാ കമ്പോണൻസും കണക്ട് ചെയ്തിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഈ ECU ഡിവൈസസ് കൂടുവാണെങ്കിൽ തന്നെ അവിടെ ഒരു കോംപ്ലക്സ് സിസ്റ്റം വരുന്നില്ല. അതായത് അവിടെ ഈ കേബിളിങ്ങിനെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. CAN സിസ്റ്റമാണ് യൂസ് ചെയ്യുന്നത്. അതുകൂടാതെ തന്നെ നമ്പർ ഓഫ് കണക്ടേഴ്സും കുറയ്ക്കാൻ സാധിക്കും. ഇവിടെ കാണിച്ചിരിക്കുന്നത് ഡിഫറെൻറ്റ് ഇലക്ട്രോണിക് കൺട്രോൾ യൂണിറ്റ് ആണ്. It includes hybrid ECU. Then air conditioning, battery ECU, power electronic ECU, engine ECU, IC engine ECU, then clutch ECU, motor ECU. അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇലക്ട്രോണിക് കൺട്രോൾ യൂണിറ്റ് ആണ് കാണിച്ചിരിക്കുന്നത്. സോ ഈ ഡിഫറെൻറ്റ് ഇലക്ട്രോണിക് കൺട്രോൾ യൂണിറ്റ് തമ്മിൽ കമ്മ്യൂണിക്കേഷൻ നടക്കാൻ വേണ്ടിയാണ് CAN സിസ്റ്റം അല്ലെ CAN ബസ് യൂസ് ചെയ്യുന്നത്. അതിനു വേണ്ടിയാണ്. So the different ECUs are hybrid ECU, IC engine ECU, electric motor ECU, transmission ECU, power electronic ECU, battery ECU or battery management system. First one, hybrid ECU. So hybrid ECU ആണ് ബാക്കിയുള്ള ECUസിനൊക്കെ കമാൻഡ് കൊടുക്കുന്നത് ഹൈബ്രിഡ് ECU ആണ്. സോ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട്, അതായത് ഡ്രൈവർ ഇൻപുട്ട് ചെയ്യുന്നത് ഈ ഹൈബ്രിഡ് ECUവിലാണ്. സോ ഡ്രൈവർ എന്താണോ ഇൻപുട്ട് ചെയ്തത് അതനുസരിച്ച് ഹൈബ്രിഡ് ECU ബാക്കിയുള്ള ECUസിനെ കമാൻഡ് കൊടുക്കും. സോ ഇൻ കേസ് ഇപ്പം നമുക്ക് ഹൈ ടോർക്കാണ് വേണ്ടതെങ്കിൽ, സ്റ്റാർട്ടിങ് ടൈമിൽ ഹൈ ടോർക്കാണ് വേണ്ടത്. സോ ഹൈ ടോർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ഇലക്ട്രിക് മോട്ടറാണ് ഒരു ഹൈബ്രിഡ് ഇലക്ട്രിക് വെഹിക്കിളിൽ. സോ ആ ഇലക്ട്രിക് മോട്ടർ ECUവിൽ ഈ ഹൈബ്രിഡ് ECU കമാൻഡ് ചെയ്തിട്ട് ഇലക്ട്രിക് മോട്ടറാണ് പവർ ചെയ്യുന്നത്. സോ ആ ഡ്രൈവേഴ്സ് ഇൻപുട്ട് അനുസരിച്ച് ഹൈബ്രിഡ് ECU ബാക്കിയുള്ള ECUവിന് കമാൻഡ് ചെയ്യും. അതനുസരിച്ചാണ് ഔട്ട്പുട്ട് വരുന്നത്. The hybrid ECU is responsible for system-wide energy management. Typically, the goal of control is to minimize the fuel consumption for each liter of petrol. The hybrid ECU tries to provide maximum mileage. So the main goal of hybrid ECU is to minimize the fuel consumption. സോ നമുക്കറിയാം സ്റ്റാർട്ടിങ് ടൈമിൽ മോട്ടറാണ് ഓപ്പറേറ്റ് ചെയ്യേണ്ടത്. അതുകൂടാതെ ഇനിയിപ്പം ഒരു കോൺസ്റ്റൻറ്റ് സ്പീഡിൽ പോകുമ്പോൾ മാത്രമാണ് IC എൻജിൻ
യൂസ് ചെയ്യുന്നത്. സോ ആ ഒരു ഇത് നോക്കിയിട്ടാണ് ഹൈബ്രിഡ് ഇ സി യു ഈ ഐ സി എഞ്ചിനും ഇ സി യുക്കും അതുകൂടാതെ ഇലക്ട്രിക് മോട്ടോർ ഇ സി യുക്കും കമാൻഡ് ചെയ്തിട്ട് അതിനെ ബേസ് ചെയ്ത് ഓപ്പറേഷൻ നടക്കുന്നത്. സോ ഈ ഹൈബ്രിഡ് ഇ സി യു യൂസ് ചെയ്ത് ഫ്യൂവൽ കൺസംഷൻ ചെയ്യാൻ സാധിക്കും. The hybrid ECU commands the amount of torque and power from the motor and IC engine, the amount and timing of power generation to charge battery. So hybrid ECU command ചെയ്യുന്നത് അതായത് മോട്ടറിൽ നിന്നും ഐ സി എഞ്ചിനിൽ നിന്നും വേണ്ട ടോർക്ക് ആൻഡ് പവർ, പിന്നെ ബാറ്ററി എപ്പോൾ ചാർജ് ചെയ്യണം, എത്ര എമൗണ്ട് ചാർജ് ചെയ്യണം, അതൊക്കെ കമാൻഡ് ചെയ്യുന്നത് ആ ഹൈബ്രിഡ് ഇ സി യു ആണ്. സോ ഹൈബ്രിഡ് ഇ സി യു കൊടുക്കുന്ന കമാൻഡ് അനുസരിച്ച് ബാക്കിയുള്ള ഇ സി യുസ്, ഇപ്പം ഇവിടെ നിന്ന് ഇപ്പോൾ ടോർക്ക് പവർ ആ ഒരു കമാൻഡാണ് വേണ്ടെങ്കിൽ ഇ സി യുവും ദെൻ ഐ സി എഞ്ചിൻ ഇ സി യു ആയിരിക്കും അവിടെ വർക്ക് ചെയ്യേണ്ടത്. ഇനി ബാറ്ററിയുടെ കേസ് വരുമ്പോൾ ഹൈബ്രിഡ് ഇ സി യു കമാൻഡ് ചെയ്യുന്നത് ബാറ്ററി ഇ സി യു അല്ലെ ബാറ്ററി മാനേജ്മെൻറ്റ് സിസ്റ്റത്തിലായിരിക്കും. അപ്പം എന്താണോ കമാൻഡ് ചെയ്യുന്നത് അതനുസരിച്ച് ബാറ്ററി ഇ സി യു കൺട്രോൾ ചെയ്യും. നെക്സ്റ്റ് ഐ സി എഞ്ചിൻ ഇ എം യു. ഐ സി എഞ്ചിൻ ഇ എം യുവിൽ വരുന്നത് ഐ സി എഞ്ചിൻ്റെ ഡിഫറെൻറ്റ് പാരാമീറ്റേഴ്സാണ്. ഇഗ്നീഷൻ ടൈമിംഗ്. സോ നമുക്കറിയാം എഞ്ചിൻ പവർ പ്രൊവൈഡ് ചെയ്യുന്നത് ഇഗ്നീഷൻ നടന്നിട്ടാണ്. സോ ഇഗ്നീഷൻ ടൈമിംഗ്, ദെൻ ട്യൂബ്ഡ് ഇൻടേക്ക് മാനിഫോൾഡ്, എത്രത്തോളം ഫ്യൂവൽ ഇൻടേക്ക് ചെയ്യണം, പിന്നെ ക്യാം ഷാഫ്റ്റ് ആംഗിൾ for exhaust valves as well as intake valves, fuel injector settings which include timing of injection, fuel flow rate. സോ നമ്മൾ കൊടുക്കുന്ന ഫ്യൂവലിനനുസരിച്ചാണ് എൻജിൻ പവർ ഔട്ട്പുട്ട് ചെയ്യുന്നത്. സോ എത്ര ആയിരിക്കണം ഫ്യൂവൽ ഫ്ലോ, ദെൻ ഇൻജെക്ഷൻ ടൈം, ഫ്യൂവൽ ഇൻജെക്ഷൻ ടൈം, അതൊക്കെ ആണ് ഐ സി ഇ എം യുവിലെ ഇ സി യുവിലെ ഡിഫറെൻറ്റ് പാരാമീറ്റേഴ്സ്. നെക്സ്റ്റ് ഇലക്ട്രിക് മോട്ടോർ ഇ സി യു. സോ ഇലക്ട്രിക് മോട്ടോർ ഇ സി യു ചെയ്യുന്നത് ഇലക്ട്രിക് മോട്ടറിന് മോട്ടറിംഗ് മോഡിൽ നിന്നും പിന്നെ ജനറേറ്റർ മോഡിലോട്ടും സ്വിച്ച് ചെയ്യുന്നത് ഈ ഇലക്ട്രിക് മോട്ടോർ ഇ സി യു ആണ്. സോ മോട്ടറിംഗ് മോഡ് വരുന്നത് നോർമൽ ഡ്രൈവിംഗ് കേസ് വരുമ്പോൾ മോട്ടറിംഗ് മോഡാണ്. ഇനി റീജനറേറ്റീവ് ബ്രേക്കിംഗ് വരുമ്പോൾ ജനറേറ്റർ മോഡാണ് വരുന്നത്. സോ ഈ ഒരു സ്വിച്ചിങ് നടക്കുന്നത് ഇലക്ട്രിക് മോട്ടോർ ഇ സി യു വെച്ചിട്ടാണ് ഈ ഒരു സ്വിച്ചിങ് ചെയ്യുന്നത്. സോ ഇത് മോട്ടറിനെ കൺട്രോൾ ചെയ്യുന്നു to deliver the torque demanded by the hybrid ECU. The EM ECU consists of various control strategies such as constant torque control, field weakening control, etc. Transmission. Next one, transmission ECU. Transmission ECU, we know that transmission consists of gear. So transmission ECU provides the correct gear ratio to control the torques and angular speeds of the EM and the IC engine. സോ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിനനുസരിച്ച് സ്പീഡ് കൂടുതലാണെങ്കിൽ അതനുസരിച്ച് ഗിയർ റേഷ്യോ മാറ്റിയിട്ട് ഗിയർ ആ ഒരു സ്പീഡ് പ്രൊവൈഡ് ചെയ്യണം. സോ അപ്പം ഹൈബ്രിഡ് ഇ സി യു കമാൻഡ് ചെയ്യുന്നത് ട്രാൻസ്മിഷൻ ഇ സി യുവിലായിരിക്കും. ഇത്ര ഗിയർ റേഷ്യോ വേണം, ഇത്രയാണ് റിക്വയർമെൻറ്റ്, അതനുസരിച്ച് ട്രാൻസ്മിഷൻ ഇ സി യു കൺട്രോൾ ചെയ്യും. നെക്സ്റ്റ് പവർ ഇലക്ട്രോണിക് ഇ സി യു. സോ ബാറ്ററി ഒരു മോട്ടറുമായിട്ട് കണക്ട് ചെയ്യുന്നത് പവർ ഇലക്ട്രോണിക്സ്, അതായത് പവർ ഇലക്ട്രോണിക് കൺവേർട്ടർ വെച്ചിട്ടാണ് ബാറ്ററി മോട്ടറിൽ കണക്ഷൻ വരുന്നത്. സോ മോട്ടറിംഗ് മോഡാകുമ്പോൾ പവർ ഇലക്ട്രിക് മോട്ടറിൽ ഡെലിവർ ചെയ്യണം ഫ്രം ബാറ്ററി. ഇനി റീജനറേറ്റീവ് മോഡാകുമ്പോൾ പവർ മോട്ടറാണ് തിരിച്ച് പവർ ഇലക്ട്രോണിക് കൺവേർട്ടറിൽ വഴി ബാറ്ററിക്ക് സപ്ലൈ ചെയ്യുന്നത്. സോ ഫോർ റീജനറേറ്റീവ് ബ്രേക്കിംഗ് ദ പവർ മസ്റ്റ് ബി അക്സെപ്റ്റഡ് ഫ്രം ദ ഇലക്ട്രിക് മോട്ടർ. The function of the power electronic ECU is to receive commands from hybrid ECU to control inverter energy flow both ways, that is charge and discharge, to control switching of EM between motor and generator modes, and to control switching of EM between motor and generator modes. So function വരുന്നത് ഹൈബ്രിഡ് ഇ സി യുന്ന് കമാൻഡ് റിസീവ് ചെയ്യും. പിന്നെ ബൈഡയറക്ഷണൽ പവർ ഫ്ലോ പോസിബിൾ ആണ്. സോ പവർ ഫ്ലോ ആ ഒരു പവർ ഫ്ലോയുടെ ഡയറക്ഷൻ കൺട്രോൾ ചെയ്യുന്നത്, ദെൻ ചാർജിങ് ഡിസ്ചാർജിങ് എല്ലാം വരുന്നത് പവർ ഇലക്ട്രോണിക് ഇ സി യുലാണ്. നെക്സ്റ്റ് വൺ ബാറ്ററി ഇ സി യു ഓർ ബാറ്ററി മാനേജ്മെൻറ്റ് സിസ്റ്റം. സോ ബാറ്ററി ഇ സി യു ഓർ ബാറ്ററി മാനേജ്മെൻറ്റ് സിസ്റ്റം മോണിറ്റർ ചെയ്യുന്നത് ടെമ്പറേച്ചറിനെയാണ്. സോ ടെമ്പറേച്ചർ, അതായത് ബാറ്ററിയുടെ ആ ഒരു സ്പെസിഫിക് ടെമ്പറേച്ചർ കഴിയുവാണെങ്കിൽ ബാറ്ററി ഡാമേജ് ആവാൻ പോകാൻ സാധ്യതയുണ്ട്. സോ ബാറ്ററി ടെമ്പറേച്ചർ എപ്പോഴും മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കണം. സോ ബാറ്ററി ടെമ്പറേച്ചർ എന്തെങ്കിലും ഒരു അബ്നോർമൽ വാല്യൂ ആണ് വരുന്നതെങ്കിൽ, അതായത് എന്തെങ്കിലും ഒരു ഹയർ വാല്യൂ ആണ് വരുന്നതെങ്കിൽ അവിടെ കൂളിംഗ് പ്രൊവൈഡ് ചെയ്യണം. സോ അത് ചെക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ അത് ഫ്രീക്വൻ്റ് ആയിട്ട് മോണിറ്റർ ചെയ്യുന്നത് ബാറ്ററി മാനേജ്മെൻറ്റ് സിസ്റ്റമാണ്. The BMS avoids the stress of heat and over temperature, and the effects of excessive charging or discharging are eliminated or lessened. So ബാറ്ററിക്കൊരു റേറ്റഡ് വോൾട്ടേജ് കാണും. സോ ആ വോൾട്ടേജ്
അതിനനുസരിച്ച് ആ ഒരു സ്പെസിഫിക്കേഷൻ അനുസരിച്ച് ചാർജിങ് വരാവുള്ളൂ. ഡിസ്ചാർജിങ്ങിൻ്റെ കേസായാലും അങ്ങനെ തന്നെയാണ്, ഒരു സ്പെസിഫിക് ലെവലിനേക്കാളും കൂടുതൽ ഡിസ്ചാർജ് ചെയ്ത് പോകാൻ പാടില്ല. സോ അതൊക്കെ കൺട്രോൾ ചെയ്യുന്നത് ബാറ്ററി ECU ആണ്. The BMS is essentially for long battery life and optimum fuel efficiency. സോ ഇത്രയും ഡിഫറെൻറ്റ് ECUസിനെ എല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ആണ് CAN യൂസ് ചെയ്യുന്നത്. സോ ഇവിടെ ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് ഇതാണ് CAN ബസ്. സോ ഒരു CAN ബസ്സിൽ ഒട്ട് തന്നെ ഡിഫറെൻറ്റ് ECUs കണക്ട് ചെയ്തിരിക്കുന്നു. സോ ഇതിൻ്റെ അഡ്വാൻറ്റേജ് വരുന്നത് നമുക്ക് സെയിം ടൈം ഈ ഡിഫറെൻറ്റ് ECUs തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ നമുക്ക് ഡേറ്റ ഫ്ലോ റേറ്റ് കൂട്ടാൻ സാധിക്കും. So the CAN is a fast high rate network enabling communication between ECUs. In CAN, most data can be updated every 10 milliseconds and the data is checked to assure data reliability. So CANൽ ഈ ഡേറ്റ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതായത് നമ്മുടെ ഇൻപുട്ട് എന്താണോ ഇൻപുട്ട് അതൊക്കെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. സോ അത് എവറി 10 milliseconds അപ്ഡേറ്റ് ചെയ്തിട്ട് കമ്മ്യൂണിക്കേഷൻ എൻഷുർ ചെയ്യും ബാക്കിയുള്ള കൺട്രോൾ ഡിവൈസസ് തമ്മിൽ. So the control variables are mechanical, electrical and discrete. Mechanical variablesൽ വരുന്നത് IC engine related അല്ലെങ്കിൽ ഗിയർ then ട്രാൻസ്മിഷൻ റിലേറ്റഡ് എല്ലാം വരുന്നത് മെക്കാനിക്കൽ കാറ്റഗറിയിലാണ്. പിന്നെ ഇലക്ട്രിക്കൽ കാറ്റഗറിയിൽ വരുന്ന കൺട്രോൾ വേരിയബിൾസ് ആണ് കറണ്ട് ഇൻ ദ ബാറ്ററി, ഇൻവെർട്ടേഴ്സ്, ദെൻ വോൾട്ടേജ്, ടോർക്ക്, അതൊക്കെ ഇലക്ട്രിക് കൺട്രോൾ വേരിയബിൾസ് ആണ്. ഡിസ്ക്രീറ്റിൽ വരുന്നത് യെസ് ഓർ നോ അല്ലെങ്കിൽ ഓൺ ഓർ ഓഫ് അങ്ങനെയുള്ള വേരിയബിൾസ് ആണ് ഡിസ്ക്രീറ്റ് വേരിയബിൾസ് ആയിട്ട് വരുന്നത്. അതായത് മോഡ്, ഒന്നെങ്കിൽ മോട്ടറിംഗ് മോഡ് അല്ലെങ്കിൽ ജനറേറ്റർ മോഡ്, ആ ഒരു വേരിയബിൾ അതാണ് ഡിസ്ക്രീറ്റ് എന്ന് പറയുന്നത്. ഇനി ഗിയർ റേഷ്യോ, ഏത് ഗിയർ വേണം, ഏത് ഗിയർ റേഷ്യോ വേണം, ദെൻ ക്ലച്ച് ആണെങ്കിൽ ഐദർ എൻഗേജ് ഓർ ഡിസെൻഗേജ്. സോ ഇത്രയാണ് വെഹിക്കൽ ആപ്ലിക്കേഷൻസ് ഓഫ് കൺട്രോൾ ഏരിയ നെറ്റ്വർക്കിൽ വരുന്നത്. താങ്ക് യു.